കേന്ദ്ര ബജറ്റിലെ കേരളത്തിനെതിരായ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടി നടത്താൻ സിപിഐഎം തീരുമാനം. ഈ മാസം 19 മുതൽ 25 വരെ കേരളത്തിൽ ഏരിയ ജില്ലാ അടിസ്ഥാനത്തിലാകും പ്രതിഷേധമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. സിപിഐഎം ജില്ലാ സമ്മേളനങ്ങൾ ഈ മാസം 11-ന് പൂർത്തിയാകുമെന്നും സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ച് നടക്കുമെന്നും അറിയിച്ചു. കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്ര ബജറ്റെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. കേരളത്തിനെതിരായ സാമ്പത്തിക ഉപരോധം കേന്ദ്രം തുടരുന്നതായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധം ആരംഭിക്കാൻ സിപിഐഎം തീരുമാനിച്ചത്. വരുന്ന 19-ാം തീയതി മുതൽ 29-ാം തീയതി 23-ാം തീയതി വരെ കേരളത്തിലെ എല്ലാ ഏരിയ അടിസ്ഥാനത്തിലുള്ള ജാഥകൾ, കാൽനട ജാഥകൾ നടത്താൻ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. 25-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രത്തിലെയും കേന്ദ്ര ഓഫീസുകൾ ഉപരോധിക്കുന്ന രീതിയിലുള്ള ഉപരോധ സമരം നടത്തണം എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നിർമ്മല സീതാരാമന്റെ സാരിയെക്കുറിച്ച് വർണ്ണിച്ച മാധ്യമങ്ങൾ കേരളത്തിനെ അവഗണിച്ചതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. ശുദ്ധ വിവരക്കേടാണ് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും പറയുന്നത്. സുരേഷ് ഗോപിക്ക് കേരളത്തോടുള്ള അവജ്ഞ ഒരുതരം വംശീയ ഭ്രാന്താണെന്നും സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. ഈ മാസം 11-ന് തൃശൂർ സമ്മേളനം പൂർത്തിയാകുന്നതോടെ സിപിഐഎമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. എല്ലാ സമ്മേളനങ്ങളും ഐകകണ്ഠമായാണ് ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിമാരെയും തെരഞ്ഞെടുത്തത്. മാർച്ച് 6 മുതൽ 9 വരെയായി കൊല്ലത്ത് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. മാർച്ച് 1-ന് കയ്യൂരിൽ നിന്ന് സഖാവ് എം സ്വരാജ് നയിക്കുന്ന പതാക ജാഥ 1-ന് പ്രയാണം ആരംഭിച്ച് 5-ാം തീയതി വൈകുന്നേരം പതാക ഉയർത്തുന്നതിനു വേണ്ടി ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരും. ദീപശിഖ ജാഥ വയലാറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. PK ബിജുവാണ് ജാഥ ലീഡർ. കൊടിമരം ശൂരനാട് രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നും സഖാവ് CS സുജാത ജാഥ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരും. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള അനുബന്ധ പരിപാടികൾ കൊല്ലത്ത് പുരോഗമിക്കുന്നതായും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.